ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ് കേട്ടോ. അപ്പൊ വേണി കോടതിയുടെ മുറിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആദർശിനെ. അപ്പൊ കുറെ നേരമായി ഇനി അകത്തേക്ക് കയറാനുള്ള ധൈര്യം ആൾക്കില്ലാത്തത് കൊണ്ടാണ് ആള് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേണി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു വരുന്നപ്പോഴത്തേനും വേണിയുടെ തോളില് ഒരു കൈ വന്നിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ മറ്റാരുമല്ല, നമ്മുടെ ആദർശാണ് വന്നിരിക്കുന്നത്. ആദർശേട്ടാ എന്നീ വിളിച്ച് വേഗം ആൾ എഴുന്നേറ്റു. എന്നിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമൊന്നും പറയാൻ പറ്റില്ല. ആദർശേട്ടാ ആദർശേട്ടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ. എന്നിട്ട് വേണി നമ്മുടെ ആദർശേട്ടനെ എത്ര ഉമ്മ കൊടുക്കണോ, എങ്ങനെ കൊടുക്കണം, എങ്ങനെ സ്നേഹിക്കണ്ടേ, സന്തോഷം എങ്ങനെയെന്നൊന്നും അറിയാതെ ആള് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. അതെ വേണി, നീ സങ്കടപ്പെടല്ലേ, നീ കരയല്ലേ, എനിക്ക് ജാമ്യം കിട്ടി വേണി, എനിക്ക് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞു. എന്റെ മത്താപ്പേ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ച വേണി ഒരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പൊ ആദർശനും സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ആദർശം തിരിച്ച് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കാൻ നേരത്താണ് നമ്മുടെ എന്താ പറയാ ശ്യാം സാറും അതുപോലെ തന്നെ വക്കീലും ഇറങ്ങി വരുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മുരടൊക്കെ അനക്കി ഒന്ന് അപ്പത്തേനും ആകെ നാണക്കേടായ കേട്ടോ. എടോ, ഈ ചമ്മലിന്റെ ആവശ്യമൊന്നുമില്ല പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്നേഹം പിന്നെ എന്തിനു കൊള്ളാം അല്ലേ ശ്യാമേ? അത് തന്നെ മോളെ, നിന്റെ പ്രാർത്ഥനയെല്ലാം ഇത്തവണ ദൈവം കേട്ടു കേട്ടോ. നീ ധൈര്യമായിട്ടിരിക്കുക, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. എടോ ശ്യാമേ, താൻ എന്ത് മനുഷ്യനാടോ, താൻ എന്ത് ബോറനാടോ, ഇവിടെ കറങ്ങി തിരിഞ്ഞു നിൽക്കാതെ പിള്ളേരെ വിളിച്ച് താൻ വേഗം വീട്ടിലേക്ക് പോടോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചിരി ചിരിച്ചു. അവരൊന്ന് മനസ്സ് തുറന്ന് സ്നേഹിച്ചോട്ടടോ, അവരുടെ സന്തോഷം കണ്ടാ പോരെ എന്ന് ചോദിച്ചു. രണ്ടുപേരും ശരിക്കും പറഞ്ഞ ഒരു റൊമാൻറ്റിക് മൂഡില് ന്യൂ കപ്പിൾസിനെ പോലത്തെ ഒരവസ്ഥയായി. ഇത്രയും നാള് കാണാതിരുന്ന ആദർശിനെ കിട്ടിയതിന്റെ സന്തോഷം വേണിയുടെ മുഖത്തുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയാണ്. അപ്പൊ ഗൗരി അവിടുത്തെ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുകയാണ്, ചെയ്യില്ലേ. പൂജ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഗൗരി തനിക്കൊരു വിസിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. ആരാ വന്നത് എന്ന് ചോദിച്ചു. തന്റെ ഹസ്ബൻഡ്. താൻ വരൂ എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല ശങ്കറോ എന്ന് ചോദിച്ചിട്ട്. വരുന്നില്ലെന്നോ? തന്റെ ഭർത്താവ് തന്നെ കാണാനല്ലേ വന്നത്? എനിക്കിപ്പൊ തൽക്കാലം ആരെയും കാണാൻ താല്പര്യമില്ല. താൻ നന്നായി ആലോചിച്ചിട്ട് ശേഷമാണോ പറയണത്? താൻ ഇന്ന് അയാളെ കണ്ടില്ല എങ്കില് ഇനി കാണണം എന്ന് തോന്നിയാൽ അടുത്ത ബുധനാഴ്ച വരെ കാണേണ്ടി വരും. അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് ശേഷം തന്നെയാണ് ഞാൻ പറയണത്. എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. ഗൗരിയുടെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അയാളെ അറിയിക്കാം എന്ന് പറഞ്ഞ് പൂജ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ ഗൗരിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പൊ ഗൗരി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് മെഹറുവും പ്രീതിയും നന്ദനയും ഒക്കെ കൂടി അവിടെ നിന്ന് ഇങ്ങനെ അവര് ക്ലീനിങ് ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഗൗരി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആരടി നിന്നെ കാണാൻ വന്നിരിക്കുന്നത്? കള്ളനോട്ട് കേസിലെ ഇനി ആരെങ്കിലും ആയിരിക്കും അല്ലെ? അങ്ങനെ സഹായിക്കാൻ വന്നായിരിക്കും അല്ലെ? പണി കൊടുത്തിവളെ അകത്താക്കിയിട്ട് വിശേഷം അറിയാനായിട്ട് വന്നതായിരിക്കും അല്ലെ? അതുകൊണ്ടായിരിക്കും നീ വിസിറ്ററെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാ നീ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നും മിണ്ടിയില്ല. ഗൗരി ഇവരോട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ ഇവർക്ക് സഹിച്ചില്ല. പ്രീതി, ഇവൾക്കും ബാക്കി വെച്ചിരിക്കുന്ന ആ പണി അധികം വൈകാതെ തന്നെ നമുക്ക് കൊടുക്കണം. നീ അടങ്ങ് മെഹ്റു, സമയവും സന്ദർഭവും ഒത്തു വരുമ്പോ അവക്കും അവളുടെ കൊച്ചിനുള്ള പണി നമ്മൾ പലിശ സഹിതം കൊടുത്തിരിക്കും. എന്താ, അതുപോലെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരിനെയാണ്. അപ്പൊ ഗൗരി ആകെ സങ്കടപ്പെട്ട് അതിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ശങ്കറിനെ ഓർത്ത ആൾക്ക് ആകെ ദുഃഖമാണ്. അപ്പൊ ശങ്കർ കുടിച്ചിട്ട് വന്നിരിക്കും എന്ന് കരുതിയിട്ടാണ് ഗൗരി കാണണ്ട എന്ന് ശങ്കറിനോട് പറയുന്നത്. അപ്പൊ നമ്മുടെ സേതുലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ, നീ എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാണ് അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. നീ എന്താ ഇങ്ങനെ? നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. എന്തിന്റെ ശങ്കറിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് അവൻ വന്നതറിയുമ്പോ നീ ഓടിപ്പോകും എന്നാ ഞാൻ കരുതിയത്. പക്ഷെ നീ കാണണ്ട എന്നാ സംസാരിച്ചത്. അതെന്താ മോളെ എന്ന് ചോദിച്ചു. ശങ്കർ വന്നു എന്നറിഞ്ഞപ്പോഴത്തേനും ശരിക്കും ശങ്കറിന്റെ അടുത്തേക്ക് ഓടിയെത്താനായിട്ട് എന്റെ മനസ്സ് തുടിച്ചതാ. പിന്നെ നീ എന്താ മോളെ അവനെ കാണാൻ പോകാഞ്ഞത്? ശരിക്ക് കുടിച്ച് ലെക്ക് കെട്ട് കാലുകൾ നിലത്തുറയ്ക്കാത്ത അവസ്ഥയിലായിരിക്കും ശങ്കർ എന്നെ കാണാൻ വന്നിട്ടുണ്ടാവുക. ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്നെ ഈ അവസ്ഥയിലാക്കിയത് ശങ്കറാണെന്നുള്ള കുറ്റബോധം കൊണ്ടാ ശങ്കർ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് അമ്മേ. അതെനിക്ക് നന്നായി അറിയാം.
പക്ഷേ എന്റെ ശങ്കറിനെ കുടിച്ച് നിലതെറ്റിയ അവസ്ഥയിൽ നിന്ന് കണ്ടു നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ലമ്മേ. അതുകൊണ്ടാ ഞാൻ പോവാത്തത്. ജയിലില് ഞാൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ എന്റെ ശങ്കറിനെ അങ്ങനെ കാണുന്നതാ എനിക്ക് കൂടുതൽ വേദന വരുന്നത്. അതുകൊണ്ടാമ്മേ ഞാൻ കാണാൻ ഒരുപാട് കൊതിച്ചിട്ടും ശങ്കറിനെ കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. എനിക്ക് എന്റെ ശങ്കറിനെ അങ്ങനെ കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഗൗരി അലമുറയിട്ട് കരഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങനെ ആശ്വസിപ്പിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതേ ശങ്കർ വന്നിരിക്കുന്നത് നല്ല പച്ച മനുഷ്യനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ കൂടെ അജിത്തും നമ്മുടെ ജോജുവും ഉണ്ട്. ശരിക്കും ഞാൻ ഒരു തുള്ളി പോലും കഴിക്കാതെയാണ് എന്റെ കിടാവിനെ കാണാൻ വന്നത്. ഇങ്ങനെയാണെന്ന് അറിയുമ്പോ അവക്ക് ചിലപ്പോ വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? ശങ്കർ ഭായി സ്മോളടി നിർത്തിയെന്ന് അറിയുമ്പോ തന്നെ ഏട്ടത്തിയമ്മ ഹാപ്പി ആവൂട്ടോ, ഒരു സംശയം വേണ്ട. ആയിരിക്കും അല്ലേ? അപ്പൊ രണ്ടുപേരും മൂന്നുപേരിങ്ങനെ നിക്കാണ്. എത്ര നേരമായി ഗൗരിയെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പൊ എന്താ? ഒന്ന് ക്ഷമിക്കെന്റെ ശങ്കർ ഭായി, ഇതെങ്ങും ഇല്ലാത്തൊരു തിരക്കായല്ലോ. എടാ അജിത്തെ ജോജോ, കുടിച്ച് ലഗാനും ഇല്ലാണ്ട് ഞാൻ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്. ഓ പാവം എന്റെ ഗൗരി, അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്ന് എനിക്ക് അതിനൊക്കെ അവളോട് ക്ഷമ ചോദിക്കണോടാ. ആ ശങ്കർ ഭായ്, ഈ കാണലും വരലും പോകലും മാത്രം പോരട്ടോ. എത്രയും വേഗം നമുക്ക് നമ്മുടെ ഏട്ടത്തി അമ്മേനെ ഇവിടുന്ന് പുറത്തിറക്കണം, ഇറക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കണം. ഗൗരിക്ക് ആരെയും കാണാൻ താല്പര്യമില്ലെന്നാ പറയണത്. ഹൈ, ആരെങ്കിലും അല്ല, ഞാനാ വന്നിരിക്കുന്നതെന്ന് ഗൗരിയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ശങ്കര പോലീസുകാരോട് ചൂടാകാണ് പൂജയോടെ. നേരത്തെ വന്നൊരു പോലീസുകാരിയില്ലേ, അവരോട് ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ ഭർത്താവാണ്, ശങ്കർ മഹാദേവനാണ് പറഞ്ഞില്ലേ അവളോട്? പറഞ്ഞു. ആരെയും കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയാ ഗൗരി പറഞ്ഞത്. എന്നിട്ട് എന്നെ കാണാൻ താല്പര്യമില്ലെന്ന് ഗൗരി പറഞ്ഞോ? ആ പറഞ്ഞു. ഇനി അടുത്ത ബുധനാഴ്ച വിസിറ്റേഴ്സിന് തടവുകാരെ കാണാം. അടുത്ത ബുധനാഴ്ച ഒന്ന് വന്നു നോക്ക് എന്ന് പറഞ്ഞിട്ട് പൂജ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ശങ്കറിന് ആകെ വിഷമായിട്ടോ. വലിയ പ്രതീക്ഷയിലായിരുന്നു ആള് വന്നത്. അപ്പൊ അജിത്തും ജോജുവും ചെന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ശങ്കർ ഭായ്, ഏട്ടത്തി അമ്മ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. അമ്മ അങ്ങനെ പറയില്ല ശങ്കർ ഭായ്. ശങ്കർ ഭായ് വിഷമിക്കല്ലേ. അപ്പൊ പിന്നെ ജയിലുകാരെ നമ്മളെ കള്ളം പറഞ്ഞ് പറ്റിക്കുന്നതായിരിക്കുവോ? ജയിലല്ലേ ശങ്കർ ഭായ്, അകത്ത് എന്താ നടക്കുന്നതെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എടാ അജിത്തെ ജോജോ, എന്റെ ഗൗരി എന്നെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ശങ്കർ ഭായ് ഇങ്ങോട്ട് വന്നേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. എന്നിട്ട് പരിഹാരം ഉണ്ടാക്കാന്ന്? ഒന്ന് പോയടാ. എന്റെ ഗൗരി കാണാണ്ട് ഞാൻ ഒരിടത്തും വരുന്ന പ്രശ്നമില്ല കേട്ടോ, പറഞ്ഞേക്കാം. ശങ്കർ ഭായ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിന്റെ ദോഷം നമ്മുടെ ഏട്ടത്തിയമ്മയ്ക്കാം. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഗൗരിയെ കണ്ടേ പറ്റൂ. എന്റെ ശങ്കർ ഭായ് ഒന്ന് സൈലന്റ് ആവ്. ശങ്കർ ഭായിക്ക് ഏട്ടത്തിയമ്മയെ കണ്ടാ പോരെ? ആ, അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാന്നേ. ഓ, ഏട്ടത്തിയമ്മയെ ശങ്കർ ഭായ് കണ്ടിരിക്കും. എന്താ ഞങ്ങൾ തരുന്ന വാക്കായത്? എടാ വാഷോ ടീംസേ, നീയൊക്കെ എന്തൊക്കെ ഡയലോഗായി കാച്ചണത്? നിങ്ങൾ എങ്ങനെ വഴിയുണ്ടാക്കും എന്നാ ഈ പറയണത് എന്ന് ചോദിച്ചു. ഞാൻ എന്നിട്ടാ ജയിലിൽ ചാടി ചെന്നിട്ട് ഗൗരിയെ കാണണമെന്നാണോ പറയണത്? അപ്പൊ ഇവന്മാര് ചിരിക്കാട്ടോ. ചിരിക്കുന്നോ? എന്താടാ ഇത്? രണ്ടിനെ ചിരി കണ്ടാൽ അറിയാം എന്തോ ഒരു ഉടായിപ്പ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്താടാ സംഭവം? ധൈര്യമായിട്ട് പറയ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാരിങ്ങനെ നിന്നു കുറെ നേരം. എന്നിട്ട് അത് ചിരിച്ചൊക്കെ കാണിക്കാണ് കേട്ടോ. അപ്പൊ ശങ്കറിന് കാര്യമൊന്നും പിടികിട്ടിയില്ല. അപ്പൊ അമ്മമാരിങ്ങനെ നോക്കി. പിന്നെ നമ്മൾ കാണുന്നത് ആദർശിനിയാണ്. അപ്പൊ ആദർശിനെയും കൂട്ടിക്കൊണ്ട് ശ്യാമും വേണിയും കൂടി ഇത് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ആരതിയൊക്കെ ഒഴിഞ്ഞാണ് നമ്മുടെ മുത്തശ്ശി ആദർശിനെ അകത്തേക്ക് സ്വീകരിക്കുന്നത്. എന്റെ ശ്രീകണ്ഠേശ്വര, അനുഭവിക്കാനുള്ളതൊക്കെ എന്റെ കുഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു ദുരിതവും എന്റെ മോന് നീ കൊടുക്കരുതേ എന്റെ ഭഗവാനെ. വാ മോനെ എന്ന് പറഞ്ഞു. ആദർശേട്ടാ. അപ്പൊ വേണിങ്ങനെ നിൽക്കണം. ദേ, എന്റെ കയ്യം പിടിച്ച് വലത് കാല് വെച്ച് വേണം അകത്തേക്ക് കേറട്ടോ. അതല്ലേ പ്രൊഫസർ എന്റെ ഐശ്വര്യം? ആ അതെ എന്ന് പറഞ്ഞു പ്രൊഫസർ തലയാട്ടി കേട്ടോ. അപ്പൊ എല്ലാരും ചിരിക്കുന്നുണ്ടോ? വേണി, നീ ചുമ്മാ എന്നെ നാണം കെടുത്തല്ലേ എന്ന് പറഞ്ഞു. ഇതിനിപ്പോ എന്താ നാണക്കേട്? വേണി മോളുടെ ഒരു ആഗ്രഹമല്ലേ? അതൊന്നും വേണ്ടമ്മേ എന്ന് പറഞ്ഞു. അതല്ല, വേണോട്ടോ. അതെ, കാരണം നമ്മുടെ ലൈഫില് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാം. അതുകൊണ്ട് നിങ്ങൾ എന്റെ കയ്യം പിടിച്ച് നല്ല സന്തോഷമായിട്ട് പുതിയൊരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്ക് മനുഷ്യ.
അപ്പൊ ആരതി വേഗം പറയാണ്, അതെ പറഞ്ഞു കേട്ടില്ലേ, അതുപോലെ തന്നെ ചെയ്യന്റെ മനുഷ്യ എന്ന് പറഞ്ഞ് ആരതി കളിയാക്കി. അപ്പം എടി പട്ടുപാവാടക്കാരി എന്ന് വിളിച്ചു നമ്മുടെ വേണി കേട്ടോ. അപ്പൊ എല്ലാവരോടും ചിരിക്കാണ്. എന്നെ വേണി ചേച്ചിയും ആദർശേട്ടനും നല്ല ചിരിച്ച് ഹാപ്പിയായി വലത് കാല് വെച്ച് അകത്തേക്ക് കയറി വന്നേ. അപ്പൊ വേണി പറഞ്ഞതുപോലെ തന്നെ വേണി ചേച്ചി കൈ കൊടുക്ക. അപ്പൊ കൈയൊക്കെ കൊടുത്ത് ഇവർ രണ്ടുപേരൂടെ നേരെ അകത്തേക്കൊക്കെ കയറി. മോനെ വേഗം പോയി കുളിച്ച് ആ ഡ്രസ്സ് മാറി വാ, അമ്മ മോന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വേഗം വേണി കൈ പിടിച്ചിട്ട്, ഞാൻ ഇപ്പൊ തന്നെ വരാമേ, അമ്മയുടെ ആഹാരം കഴിക്കാനായിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ല എന്ന് വേഗം ആദർശ് പറഞ്ഞു. അപ്പൊ വേണി വേഗം പറയാണ്, പ്രൊഫസറെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ അങ്ങ് പറയാലോ അല്ലേ? ആ വേണി, നീ ഞങ്ങളോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്ക് അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ മോളെ എന്ന് ചോദിച്ചു. അപ്പൊ മോള് പറയാം, ധൈര്യമായിട്ട് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചേരം നിന്നിട്ട്, അതെ നമ്മുടെ ആദർശേട്ടൻ തിരിച്ചു വന്നോലോ. ആ വന്നു. ഇനി ഞങ്ങള് ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്നായിരുന്നു വേണിയുടെ പറച്ചില്. ഇതെല്ലാവർക്കും ഷോക്കായിപ്പോയി. എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. ഭയങ്കര എന്തോ പ്രതീക്ഷയിൽ നിന്നതായിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. ഞങ്ങള് ഇവിടുന്ന് വീട് മാറുക എന്ന് പറഞ്ഞു വേണി. അപ്പൊ നന്ദിനിയമ്മയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടോ. നന്ദിനിയമ്മ കാര്യം എന്താണെന്നും കാരണം എന്താണെന്നും ഒക്കെ നന്ദിനിയമ്മയ്ക്ക് അറിയാം. നേരത്തെ തന്നെ വേണി പറഞ്ഞതുമാണ്. വേണി നീ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. വേണി നമ്മൾ എന്തിനു വീട് മാറുന്നു എന്ന് ചോദിച്ചു. ഇപ്പൊ ഇവിടുന്ന് മാറേണ്ട ആവശ്യം എന്താ, എനിക്കറിയണം എന്താ ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ വേണി ഒന്നും മിണ്ടിയില്ല. അത്രയ്ക്ക് വലിയ എന്ത് പ്രശ്നമാണ് ഇവിടെ നടന്നത്, അതെനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ എന്ന് ആദർശ് തറപ്പിച്ചിങ്ങനെ പറഞ്ഞു കേട്ടോ. ആദർശേട്ടാ ദേ കാര്യവും കാരണമൊന്നും ഇപ്പൊ തൽക്കാലം ആദർശൻ എന്നോട് ചോദിക്കരുത് കേട്ടോ. അത് ഞാൻ പറയാം. ഇത് ഞാൻ മുന്നേ തീരുമാനിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണിത്. നന്ദിനിയമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് മാറണം, മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. ആദർശേട്ടൻ എന്റെ കൂടെ വന്നേ പറ്റൂ കേട്ടോ എന്ന് പറഞ്ഞ് വേണി നിർബന്ധം പിടിച്ചു. അപ്പൊ പ്രൊഫസറും നന്ദിനിയമ്മയൊക്കെ മുഖത്തോട് മുഖം നോക്കുവാണ്. സന്തോഷിച്ചു വന്ന മുത്തശ്ശിയുടെ സന്തോഷവും മങ്ങി ആരതി മൂക്കും ഷോക്കായി പോയി. എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. വേണിയുടെ ആ തീരുമാനം കേട്ടിട്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർ ബായിനെയും അതുപോലെ തന്നെ അജിത്തിനെയും ജ്യോതുവിനെയാണ്. ശങ്കർ ബായിക്ക് നമ്മുടെ ഏട്ടത്തി അമ്മേനെ കാണണ്ടേ എന്ന് ചോദിച്ചു. നീയൊക്കെ എന്താടാ പറയണത്, നമ്മള് അതിനുവേണ്ടി എവിടെ എത്തിയത്, എങ്ങനെയാടാ എനിക്ക് ഗൗരിയെ കാണാൻ പറ്റണത്, ഇവിടെ വന്നിരുന്ന എങ്ങനെ കാണും? ശങ്കർബായി, ഈ സർക്കാർ പണികൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ഒരു ടീം, ഒരു തിരുവനന്തപുരത്തുകാരൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് ആ ചുള്ളനെ കാണാൻ വന്നതാ കേട്ടോ. എടാ അജിത്തെ, എടാ റൊട്ടിക്കിടാവേ, എന്റെ ഗൗരി ജയിലല്ലേടാ കിടക്കണത്. ഞാൻ ഈ കോൺട്രാക്ടറെ വന്ന് കണ്ടിട്ട് എനിക്കെന്താടാ പ്രയോജനം? ശങ്കർബായി, ആൾക്കൊപ്പം പണിക്ക് പോണം, കോൺട്രാക്ട് പണിക്ക്. അയ്യോ എടാ, നിന്നെയൊക്കെ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങളുടെയൊക്കെ പിരി വല്ല ലൂസായി പോയോ? ശങ്കർബായി ജോലിക്ക് പോണോണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? പണ്ട് അന്ന് വെളുപ്പാങ്കാലത്ത് ആരും അറിയാതെ ഇടയ്ക്കൊക്കെ കൊട്ടാൻ പോയ ആളല്ലേ, അതുപോലെയാണെന്നങ്ങ് വിചാരിച്ചാ മതിനെ. എടാ വാഷ് ഔട്ട് ടീമുകളെ എന്റെ കൺമുന്നിന്ന് പോയിക്കോട്ടോ, ഇല്ലെങ്കിലുണ്ടല്ലോ എന്ത് പറഞ്ഞിട്ടാടാ നിങ്ങൾ രണ്ടുപേരുടെ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? പറ, എന്റെ ഗൗരിയെ കാണാനും മിണ്ടാനും ഒരു വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടല്ലേ? അങ്ങനെയൊക്കെ അല്ലേടാ നീ പറഞ്ഞത്. എന്നിട്ട് പറയുന്നു ഇപ്പൊ ജോലിക്ക് പോയിക്കോളാൻ. ശങ്കർ ഭായി ജോലിക്ക് പോണം, ജോലിക്ക് പോയാലല്ലേ ചേട്ടത്തിയമ്മയെ കാണാൻ പറ്റുള്ളൂ. ഓഹ് എടാ ഇഞ്ചം പുളികളെ, നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് വല്ലതും ഉണ്ടോ? എന്തൊക്കെ ഈ പറയണത് എന്ന് ചോദിച്ചു. എന്നെ പൊന്ന് ശങ്കർഭായ്, ഈ കോൺട്രാക്ടർ ഉണ്ടല്ലോ, ആള് വെറും ഒരു കോൺട്രാക്ടർ അല്ല കേട്ടോ, സർക്കാർ കോൺട്രാക്ടറാ. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെയും വനിതാ ജയിലിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിലെ കോൺട്രാക്ട് എടുത്തു വെക്കുന്ന ആ ആളാണത്. പിന്നെ അയാളെ കൂടെ ജോലിക്ക് ചേർന്നാല് പണി ചെയ്യാൻ ജയിലിൽ പോവാനും ചെയ്യാം, അതുപോലെ തന്നെ ഏട്ടത്തിയമ്മയെ കാണുകയും ചെയ്യാം. അത് കൊള്ളാലോ, സൂപ്പറാട്ടോ. പക്ഷെ ഒരു കാര്യം സാധിക്കണം, ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഈ കോൺട്രാക്ടർ, ആള് നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു ടീമിന്റെ കടുത്ത ഫാനാട്ടോ. ആണോ? ആണെന്നറിയോ നമ്മുടെ ശങ്കർ ഭായിയുടെ? എന്താ പറഞ്ഞത്? ആ സത്യാട്ടോ,
നമ്മുടെ ശങ്കർ ഭായുടെ കട്ട ഫാനാ. എന്നെ നാശം പിടിച്ചവനെ. അപ്പൊ കോൺട്രാക്ടർക്ക് എന്നെ മനസ്സിലാവില്ലേ? ഈ എന്റെ പൊന്ന് ശങ്കർ ഭായി, അതല്ല ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാലേ, ഈ കോൺട്രാക്ടർ നേരിട്ട് ശങ്കർ ഭായിനെ അറിയില്ല, ആളുടെ ഫോട്ടോ പോലും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേങ്കില് ആൾക്ക് ശങ്കർ ഭായിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം, ഒരു ലെറ്റർ സംഘടിപ്പിക്കണം, ഒരു റെക്കമെൻഡേഷൻ. എങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ റെക്കമെൻഡേഷനോ? ആരെ കൊണ്ടാടാ ഇനി റെക്കമെൻഡ് ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കറിനൊന്നും മനസ്സിലായില്ല. ശങ്കർ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ഇവന്മാരിങ്ങനെ പറഞ്ഞു. അപ്പൊ അതേ കോൺട്രാക്ടറുടെ അടുത്ത് നമ്മുടെ ശങ്കർ ഒരു നിക്കറും ഒരു ബനിയനും പിന്നെ ഒരു തൊപ്പിയൊക്കെ കയ്യെ പിടിച്ചിട്ട് ഇതേ ചെന്നിരിക്കുകയാണ്. ആള് ഭയങ്കര ജോലിക്കാരനാണെന്നുള്ള മട്ടിലാണ് കോൺട്രാക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇയാളുടെ കയ്യിലൊരു ലെറ്ററും ഉണ്ട്. എന്റെ പൊന്നു ചേട്ടാ, എത്ര നേരമായി കോൺട്രാക്ടറെ, എത്ര തവണയായിട്ട് താൻ ഈ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുക? ഇത് ആരുടെ ലെറ്ററാന്ന് വിചാരിച്ചിട്ടാ എന്റെ പൊന്നജിത്തെ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതേ ശങ്കർ ഭായിയുടെ, ഞാൻ ആരാധിക്കുന്ന എന്റെ ശങ്കർ ഭായിയുടെ ലെറ്ററാ. അപ്പൊ പിന്നെ എത്ര തവണ വായിച്ചാലും എനിക്ക് മതിയാവോടാ? ഒരിക്കലും മതിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോ എങ്ങനെയാ ഈ കിടാവിന് പണി കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമില്ല, ഇവിടെ ഉള്ളവർക്ക് തന്നെ പണി അറിയില്ല. അയ്യോ, അപ്പൊ ഈ പാവം മനുഷ്യന് ജോലി കിട്ടില്ലേ എന്ന് അജിത്തും ചോദിക്കുകയാണ്. അത് പിന്നെ നമ്മുടെ ശങ്കർ ഭായി ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോ അപ്പൊ പിന്നെ ഞാൻ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോടോ? പിന്നെ ഞാൻ എന്ത് ഫാനാടോ അയാളുടെ? അപ്പൊ പിന്നെ ജോലി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചു. എന്റെ പേര് ശരവണൻ. അല്ല, ഈ കിടാവും നമ്മുടെ ശങ്കർ ഭായിയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ശങ്കർ ഭായി പറയണം, അതെ ഈ അജിത്തിന്റെ ഒരു ബന്ധുവാ ഞാൻ, അതുകൊണ്ടാ എനിക്ക് കിട്ടിയത്. അജിത്തോ? മര്യാദയ്ക്ക് അജിത്ത് ഏട്ടാന്ന് വിളിച്ചോണം, മനസ്സിലായോ? അപ്പൊ ശങ്കർ ഒന്ന് ചിരിച്ചിട്ട്, പിന്നെ ഈ അജിത്ത് ആരാണെന്ന് നിനക്കറിയോ? അല്ല, എന്റെ ബന്ധുവാന്ന് എനിക്കറിയാം. നിന്റെ ബന്ധുവിന്റെ കാര്യം അല്ല പറഞ്ഞത്, ശങ്കർ ഭായിയുടെ വലം കൈയും ഇടം കൈയുവാ ഈ അജിത്തും ജോജു, നിനക്കറിയോ? അതാണ് അതിന്റെ വ്യത്യാസം. അപ്പം നീ എല്ലാ ജോലിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവനെ ചാട്ടാലിങ്ങനെ കയറ്റിട്ടോ. ശരി, അപ്പൊ ഇവരെ കണ്ടിട്ട് തന്നെ ഇങ്ങനെ പാവത്താൻ ഇങ്ങനെ കൈയൊക്കെ കെട്ടിയാണ് നമ്മുടെ ശങ്കർ ഭായി നിൽക്കുന്നത്. എടാ അജിത്തെ, എന്നാടാ ശങ്കർ ഭായിനെ ഒന്ന് കാണാൻ പറ്റുക? ആ മനുഷ്യനെ ഒന്ന് കാണാൻ എന്താണ് ഒരു വഴി? അതെ കോൺട്രാക്ടർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ശങ്കർ ഭായിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന. ഇവിടെയോ? നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചു തന്നിരിക്കും. അതെ, എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ ശരവണനെ ജോലി കൊടുക്കാൻ. അയ്യോ എടാ ശരവണ, നിന്നോടൊരു കാര്യം പറയട്ടെ, ശങ്കർ ഭായി ഒരു ഒന്നൊന്നരമാണ് കേട്ടോ. അതുകൊണ്ട് എടാ ശരവണ, നിനക്ക് ഞാൻ ഇവിടെ ജോലിയൊക്കെ തരാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ശങ്കർ ഭായി പറഞ്ഞു വിട്ട ആളുകൊണ്ട് മാത്രമാണ് നിനക്ക് ജോലി തരുന്നത് കേട്ടോ. പിന്നെ ആ നന്ദി എന്നും നിനക്ക് ശങ്കർ ഭായി ഉണ്ടാവണം, മനസ്സിലായോടാ എന്ന് ചോദിച്ചു. മനസ്സിലായി എന്ന് വേഗം ശങ്കർ തലയാട്ടെ. എടാ അജിത്തെ, ഇനിയെങ്കിലും നീ ഒന്ന് കാണിച്ചു തരണം കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാം ഞാൻ സെറ്റാക്കാം. ശങ്കർ ഭായിന്ന് മനസ്സിലെ നീ കാണണം. അത് ജീവിതത്തില് ആ മനുഷ്യനെ കുറിച്ചുള്ള കഥകളൊക്കെ ഒന്ന് കേട്ടു നോക്കണം. എന്താണെന്നറിയോ? എന്റെ കൂടെ മര്യാദയ്ക്ക് നിന്ന ശങ്കർ ഭായിയെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ പരസ്പരം നോക്കി ചിരിക്കാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ നമ്മുടെ ശങ്കറും ഗൗരിയും തമ്മിലുള്ള ജയിലിലെ പ്രണയമൊക്കെ ആയിട്ട് നാളെ എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ഞാൻ ഇത് കൂടാതെ ഗീതാ ഗോവിന്ദത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹക്കുണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.